കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. ഇനി ആ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ അറിയാലോ, അതൊരു മിറാക്കിളായിരുന്നു. കൊല്ലാൻ വന്ന ഗുണ്ട കാൽവെല്ലർക്ക് ജീവൻ തന്നു എന്ന് വേണം പറയാൻ. അതെ, പിന്നെ മാർക്കോയെ ഞങ്ങൾ കണ്ടായിരുന്നു. അവനിവിടെ വന്നിരുന്നു, കോടതിയും കേസും വഴക്കും ഒക്കെ കഴിഞ്ഞിട്ട്. മഹാലക്ഷ്മിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതും കണ്ണനെ രക്ഷിച്ചതും ഒരാൾ തന്നെയാണോ എന്ന് മോൾക്ക് സംശയമുണ്ടായിരുന്നല്ലോ, അത് നീങ്ങിക്കിട്ടിയില്ലേ? എന്റെ സംശയം ശരിയായിരുന്നു. അവനങ്ങനെ പിടിതരുന്ന ആളല്ല, ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും നടക്കുന്ന ആളാ. പക്ഷേ ഒരു സത്യമുണ്ട് കേട്ടോ, നമ്മൾ അവനെ കാണണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ ദൈവങ്ങൾ വിളി കേൾക്കുന്ന പോലെ അവൻ പാഞ്ഞെത്തിയിരിക്കും. അതുകൊണ്ടല്ലേ എനിക്ക് ഇയാൾക്കും ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത്. കർക്കിടക മാസല്ലേ, അതുകൊണ്ട് എന്തായാലും 4-5 ദിവസം ഇവിടെ വന്ന് കിടക്കും. അവൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി ഒരു മുറി ഇവിടെ ഒഴിച്ചിടാറുണ്ട്. അതിന് ഫീസൊന്നും വാങ്ങാറില്ല. അവനെപ്പോലുള്ളവര് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നാടിന് നല്ലതാ. അപ്പോഴേ ഇനിയാണ് ശരിക്കുള്ള പരീക്ഷണം തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ തവണ മരുന്നിനേക്കാളും അന്ന് നടന്ന അപ്രതീക്ഷിത സംഭവമാണ് കണ്ണനെ തുണച്ചത്. ഇനിയിപ്പോ മരുന്നിന്റെ മന്ത്രശക്തി എത്രമാത്രമുണ്ടെന്ന് അറിയണം. ഞാൻ അതിനുവേണ്ടി ഇതുവരെ ചെയ്യാത്ത ചില പരീക്ഷണങ്ങൾക്ക് മുതിരാൻ പോവുകയാണ്. ജയബാല, കണ്ണനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഓ ശരി. മോളും ചെല്ല്, ഞാൻ ദേ വരുന്നു. ശരി സാർ. ചെല്ലു. ജയബാല, ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തോളൂ. ആ, മോളൊന്ന് പുറത്തേക്ക് നിൽക്കണേ. ശരി സാർ. ചികിത്സ തുടങ്ങി 2ാം മാസം കർക്കിടകമായി. ശാസ്ത്രീയമായി തന്നെ ഈ മാസം ചികിത്സകൾക്ക് പറ്റിയ കാലമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്ന് പെട്ടെന്ന് ഈ സമയത്ത് ശരീരത്തിൽ പിടിക്കും. ഇവിടുന്ന് പോയ ശേഷം തലയിൽ ഒരു മരുന്നിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോഴെന്തെങ്കിലും മാറ്റം തോന്നിയായിരുന്നോ? അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ആ മരുന്നിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോ മൊത്തത്തിലൊരു തണുപ്പായിരുന്നു. ഉറക്കം പതിവിലും കൂടുതൽ കിട്ടിയിരുന്നു. എന്നിട്ട് ഭാര്യയും ഭർത്താവും അത് പറഞ്ഞില്ലല്ലോ. ഞാനത് മറന്നുപോയതാ. തലയിലെ ഞരമ്പുകളാണ് കാലിനെ സ്വാധീനിക്കുന്നത്. ഇത്തവണ ചെറിയൊരു മാറ്റം കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫലപ്രാപ്തിയിലെത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കണ്ണന്റെ കാര്യം ഞാൻ ചില ആയുർവേദ വിദഗ്ധരുമായി ചർച്ച നടത്തിയിരുന്നു. അവരെല്ലാവരും നല്ല ശുഭാപ്തി വിശ്വാസത്തിലാ. പലരും നിർദ്ദേശിച്ച കൂട്ടുകളാ ഇത്തവണ കണ്ണന്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ജയബാല, ആ ഇടത് കാൽപാദം ഒന്ന് ശക്തമായി തിരുമിക്കേ.
ജയപാല നിർത്തണ്ട, നന്നായി തിരുമ്. തിരുമിക്കോ. ശക്തിയായി തടവിക്കോ. കാൽപാദത്തിന് ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട്. ജയപാല നിർത്തണ്ട, കുറച്ചുകൂടി ശക്തിയായി തിരുമിക്കോ.